Came all this way to see you. കേരളത്തിലാദ്യമായി അനശ്വര നടൻ ജയന് ജന്മനാട്ടിൽ സ്മാരകം. കൊല്ലം ജില്ലാ പഞ്ചായത്ത് ആസ്ഥാന മന്ദിരത്തിന് സമീപം കല്ലുമാല സമരത്തിന്റെ സ്മാരകമായ കമ്മാംകുളത്തിന് അരികിലാണ് ജില്ലാ പഞ്ചായത്തിന്റെ കോൺഫറൻസ് ഹാൾ നവീകരിച്ച് കൊല്ലം ജില്ലാ പഞ്ചായത്ത് ജയൻ സ്മാരക ഹാൾ എന്ന് നാമകരണം ചെയ്തത്. സെക്രട്ടറി നിർവഹണ ഉദ്യോഗസ്ഥനായി നടപ്പിലാക്കിയ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് 1 കോടി രൂപ ചിലവഴിച്ചു. സർക്കാർ അക്രഡിറ്റഡ് ഏജൻസിയായ ആഡ്കോയും PWD ഇലക്ട്രോണിക്സ് വിഭാഗവുമാണ് നവീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയത്. ആധുനിക ശബ്ദ സംവിധാനങ്ങളും വെളിച്ച വിധാനവും ശീതീകരണ സംവിധാനവുമുള്ള ജയൻ സ്മാരക ഹാൾ പൊതുജനങ്ങൾക്കും മിതമായ നിരക്കിൽ കോൺഫറൻസ് ഹാൾ നൽകുന്നതാണ്. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ വനംവകുപ്പ് മന്ത്രി കെ രാജു, എത്രയും ബഹുമാനപ്പെട്ട അധ്യക്ഷ ശ്രീമതി രാധാമണി, ബഹുമാനപ്പെട്ട ഇരവിപുരം MLA ശ്രീ നൌഷാദ്, കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ മറ്റ് ജനപ്രതിനിധികളെ, ഉദ്യോഗസ്ഥന്മാരെ, പത്രമാധ്യമ സുഹൃത്തുക്കളെ, പ്രിയമുള്ള കൊല്ലംകാരെ, ആദ്യമായി തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ഈ മഹത്തരമായ ചിന്തയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. കാരണം ഒരു കൊല്ലംകാരൻ എന്ന നിലയിലും ഒരു കലാകാരൻ എന്ന നിലയിലും, കൊല്ലത്തുനിന്നുള്ള ഒരു കലാകാരൻ എന്ന നിലയിലും വൈകിപ്പോയെങ്കിലും ഇത്ര മനോഹരമായ ഒരു സമുച്ചയം ജയൻ സ്മാരക ഹാളായി മാറ്റി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് വളരെ നല്ല കാര്യമാണ്. അതിൻ്റെ സന്തോഷമാണ് സിനിമയിലുള്ളവർ ആദ്യം ഈ സ്ക്രീനിൽ വന്ന് പകർത്തിയത്. ഞാൻ സിനിമയിൽ വരുന്നതിന് 1.5 കൊല്ലം മുമ്പ് ജയൻ നമ്മെ വിട്ടുപിരിഞ്ഞു. എന്നാൽ ജയൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം JC കുറ്റിക്കാട് എന്ന് പറഞ്ഞ JC എന്ന് പറഞ്ഞ സംവിധായകനുണ്ട്. അദ്ദേഹം കാളിദാസ കലാകേന്ദ്രത്തിൽ ഒരു പ്രധാന നടനായിരുന്നു കുറെ കൊല്ലം. പിന്നീടാണ് അദ്ദേഹം സിനിമയിൽ ഡയറക്ടറായി മാറിയത്. എറണാകുളത്തുകാരനാണ്. അപ്പോൾ എപ്പോൾ കൊല്ലം വഴി പോയാലും അദ്ദേഹം കാളിദാസ കലാകേന്ദ്രത്തിലും എൻ്റെ വീട്ടിലും വരിക, എല്ലാവരെയും കണ്ട് സംസാരിക്കുക, അതൊരു പതിവായിരുന്നു. അപ്പോഴൊക്കെ നല്ല കരുത്തുള്ള, നല്ല പൗരുഷമുള്ള, വലിയ മുടിയൊന്നുമില്ല, എന്നാൽ ചുരുണ്ട മുടിയാണ് ഒരാൾ, വലിയ സംസാരമൊന്നുമില്ല. കാർ ഓടിക്കുന്ന അദ്ദേഹമാണ്. ഒരു ഫിയറ്റ് കാറിലാണ് ഇവർ രണ്ടുപേരും വരുന്നത്. അദ്ദേഹം കാർ കാളിദാസ കലാകേന്ദ്രത്തിനകത്ത് കൊണ്ടിട്ടിട്ട് അദ്ദേഹം മാറി നിൽക്കും. JC സാർ അകത്ത് വന്ന് എല്ലാവരുമായിട്ട് സംസാരിക്കും. ഒരിക്കൽ JC സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ കൊല്ലത്തുള്ള ആളാണ് എന്ന് പറഞ്ഞ്, പേര് പോലും ഞാൻ ആ സമയത്ത് പറഞ്ഞ എൻ്റെ മനസ്സിൽ നിന്നില്ല. സിനിമയിൽ അഭിനയിക്കാൻ ഒന്നുള്ളതെന്ന് പറഞ്ഞില്ല. അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ് എന്ന് പറഞ്ഞു. പിന്നീട് പല സന്ദർഭങ്ങളിലും ഞാൻ കണ്ടു. പിന്നീട് അദ്ദേഹത്തെ സിനിമയിൽ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇതാണ് കുറെ കാലമായിട്ട് ഞാൻ ഹലോ പറയുന്ന ഒരു കൊല്ലംകാരൻ. സിനിമയിൽ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. പിന്നീട് അദ്ദേഹം സിനിമ കുറച്ചു കാലം കൊണ്ട് ഒരുപാട് സിനിമകൾ അഭിനയിച്ചു. എല്ലാ സിനിമാ പ്രേമികളുടെയും മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടി. അങ്ങനെ ഇരുന്നപ്പോൾ മീൻ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടിങ് കൊല്ലത്തായിരുന്നു. IV ശശി സംവിധാനം ചെയ്യുന്ന അദ്ദേഹത്തിൽ ആ പടത്തിൽ
മധുസാറും ജയനും അച്ഛനും മകനുമായിട്ട് ഈക്വൽ റോളാണ്. ഇവരെല്ലാവരും അന്ന് പ്രസിഡന്റ് ഹോട്ടൽ എന്ന് പറഞ്ഞ ആൾത്തറമുക്കിലൊരു ഹോട്ടലുണ്ട്. ഇന്നത് ഹോട്ടലല്ല. അന്ന് കൊല്ലത്തെ നീല ഹോട്ടൽ കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഒരു ഹോട്ടൽ എന്ന് പറയുന്നത് പ്രസിഡന്റ് ഹോട്ടലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി തന്നെ SN കോളേജിൽ നിന്നും ഒരു 3-4 സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് അവിടെ ചെന്നു. അപ്പൊ എനിക്ക് അറിയേണ്ട ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ സിനിമയിൽ അഭിനയിക്കുന്നത് പോലെ തന്നെയാണോ ജയൻ സംസാരിക്കുന്നത്, അതോ സിനിമയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു രീതി അവലംബിച്ചതാണോ? ഒരു ആക്ടർ, ഒരു അഭിനേതാവെന്നുള്ള ഒരു കൗതുകമായിരുന്നു. അപ്പോൾ അദ്ദേഹം വന്നു. അപ്പൊ SN കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തിയത്. അപ്പൊ അദ്ദേഹം വന്ന് ഞങ്ങളുടെ അടുത്തിരുന്ന് കുറേ നേരം സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം ജീവിതത്തിലും അതേപോലെ തന്നെയാണ് സംസാരിക്കുന്നത്. അദ്ദേഹം ഒരിക്കൽ പോലും ഒരു ആർട്ടിഫിഷ്യലായിട്ട് എന്തെങ്കിലും സിനിമയിൽ ചെയ്യുന്നില്ല. സാധാരണ സംസാരിക്കുമ്പോഴും ഈ തരത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അവസാനം അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. അങ്ങനെ കുറെ നേരം ഇവർ സംസാരിച്ചു. അപ്പോ എല്ലാവരും കലയിലേക്കൊക്കെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്കൊക്കെ വലിയ ഒരു ആത്മവിശ്വാസമൊക്കെ നൽകിയിട്ടാണ് അദ്ദേഹം അന്ന് ഞങ്ങളെ യാത്രയാക്കിയത്. പിന്നീട് ഞാൻ തിരുവനന്തപുരത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ഞെട്ടൽ പോലെ അല്ലെങ്കിൽ ഒരു ഇടിത്തി പോലെ ഈ ഒരു വാർത്ത വരുന്നത്. അന്ന് കൊല്ലംകാരുടെ ഏറ്റവും വലിയ ഒരു ഷോക്ക്. ആ ഷോക്കിൽ ഞാൻ കണ്ടില്ല, പക്ഷെ എൻ്റെ കുറെ സുഹൃത്തുക്കൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഷോക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരാധന തിയേറ്ററിൽ ദീപം എന്ന ജയന്റെ ഒരു സിനിമ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സിനിമ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഒരു കുതിരപ്പുറത്ത്, വെള്ള കുതിരപ്പുറത്ത് അദ്ദേഹം വെള്ള പാന്റും വെള്ള കോട്ടും ഒക്കെ ഇട്ടിട്ട് ഒരു കുതിരപ്പുറത്ത് ഇങ്ങനെ ഒരു കളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ആൾക്കാരൊക്കെ കൈയടിക്കുകയാണ്. പെട്ടെന്ന് അവിടെ ഫ്രീസ് ആക്കിയിട്ട് താഴെ എഴുതി കാണിച്ചു, നമ്മുടെ പ്രിയപ്പെട്ട നടൻ ജയൻ മദ്രാസിൽ ഒരു ഷൂട്ടിങ്ങിനിടയിലുള്ള ഒരു അപകടത്തിൽ അന്തരിച്ചു. അപ്പോൾ ആ തിയേറ്ററിനകത്തിരിക്കുന്ന ആൾക്കാരുടെ ഒരു ഞെട്ടൽ, ഒരു 3-4 മിനിറ്റ് സംസാരമില്ലാതിരുന്നു പോയി. ഇത് സത്യമാണോ? അങ്ങനെ അവിശ്വസനീയമായ ഒരു മരണമായിരുന്നു ശ്രീ ജയന്റെ. ഇപ്പോൾ കവിയൂർ പൊന്നമ്മ ചേച്ചി പറഞ്ഞു, ഇവരൊന്നും മരിച്ചിട്ടില്ല, എവിടെയോ അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. അത് ജയനെ സ്നേഹിക്കുന്ന, സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. ജയൻ മരിച്ച് കുറെ കാലം കഴിഞ്ഞതിന് ശേഷവും മരിച്ചു എന്ന് വിശ്വസിക്കാൻ കഴിയാതെ പല ആൾക്കാരുടെ പുറത്തും, നിരപരാധികളായിട്ടുള്ള പല ആൾക്കാരുടെ പുറത്തും വഴിചാരി അവസാനം ഇവരെല്ലാവരും ആശ്വാസം കണ്ടത് ജയൻ അമേരിക്കയിൽ ജീവിച്ചിരിപ്പുണ്ട്. ഒരു കാലഘട്ടം മുഴുവൻ ജയൻ മരിച്ചിട്ടില്ല, മരിച്ചതൊക്കെ നമ്മളെ ഇവിടെ ബോഡിയെ കൊണ്ടുവന്ന വേറെ ആളാണ്. യഥാർത്ഥത്തിൽ ജയൻ അമേരിക്കയിലുണ്ട്. ഒരുപാട് പേർക്ക് അറിയാം അത് സത്യമല്ല, എന്നാലും അങ്ങനെ വിശ്വസിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. പല മാർക്കറ്റ്, ഈ കോളയത്തോട് മാർക്കറ്റിലൊക്കെ വലിയ കാതികന്മാരല്ല, ചെറിയ കാതികന്മാർ ചെറിയ പുസ്തകം വിൽക്കുന്നു. ജയൻ മരിച്ചിട്ടില്ല, ജയന്റെ മരണം സത്യമോ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പുസ്തകം വിൽക്കുകയും അതോടൊപ്പം തന്നെ ചെറിയ കഥാപ്രസംഗ രൂപത്തിൽ, പാട്ട് രൂപത്തിൽ എല്ലാ കഥയിലും കാതികന്മാർ അവസാനം പറഞ്ഞു നിർത്തുന്നത് അദ്ദേഹം എവിടെയും ഉണ്ട്. അതെല്ലാം മനുഷ്യന്റെ ആഗ്രഹമാണ്. ആ കാലഘട്ടത്തിൽ കൊല്ലത്ത്, ഞാൻ പേര് പറയുന്നില്ല, ഒരു വലിയ കലാകാരൻ കലാപരിപാടികൾക്ക് വേണ്ടി അമേരിക്കയിലായിരുന്നു. അങ്ങനെ കഥ വന്നു ഈ കലാകാരൻ അമേരിക്കയിൽ വെച്ച് ജയനെ കണ്ടു എന്ന് ഒരു കഥ വന്നു. ഒരുപാട് പേര് വിശ്വസിച്ചു. ഇപ്പം വിശ്വാസമായല്ലോ, ജയൻ അമേരിക്കയിലുണ്ട്, ഇന്നാര് കണ്ടു. ഇതൊന്നും അറിയാതെ ആ കലാകാരൻ ഇവിടെ എയർപോർട്ടിൽ വന്നു. തിരിച്ചു കൊല്ലത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നപ്പോൾ എവിടുന്നൊക്കെയാണ് ആൾക്കാർ വന്നത്. ജയൻ എന്ന് വരും. അദ്ദേഹം ചോദിച്ചു, ഏത് ജയൻ? മരിച്ചുപോയ ജയൻ എന്ന് നിങ്ങൾ ആൾക്കാർ പറയും, ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ കണ്ടു, ഞങ്ങൾ അറിഞ്ഞു, ജയൻ എന്ന് വരും. സംഘർഷത്തിൽ അദ്ദേഹത്തിന്റെ വീടിന്റെ ഗ്ലാസ് വരെ പൊട്ടിച്ചു. പോലീസ് ഇടപെട്ടിട്ടാണ് ആൾക്കാരെ പിരിച്ചുവിട്ടത്. ഇതെല്ലാം തന്നെ മറ്റൊരു കലാകാരനും
ലഭിക്കാത്ത മനസ്സിലെ ആ സ്ഥാനം മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നു. ഒരുപാട് ആൾക്കാർ ജയനോട് ഒപ്പം അഭിനയിച്ചിരുന്നവർ, സഹകരിച്ചിരുന്നവരെല്ലാവരും ജയനെ പറ്റി പറയുമ്പോൾ, ഞാൻ പല പരിപാടികളും ജയനെ പറ്റിയുള്ള വിഷയം വരുമ്പോൾ ഇവർക്ക് നിർത്താൻ പറ്റുന്നില്ല. അത്രമാത്രം മാനുഷികമായിട്ടും ഒരു സുഹൃത്തെന്ന നിലയിലും കലാകാരൻ എന്ന നിലയിലുമൊക്കെ അവരുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ജയൻ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു ചെറിയ കാര്യത്തിൽ മാത്രം ഞാൻ ഈ സിനിമയിലൊക്കെ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്കും ജയനെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ വലിയ വിഷമമുണ്ടെങ്കിലും എനിക്ക് അദ്ദേഹത്തോട് വലിയ പ്രതിഷേധം. കാരണം അദ്ദേഹം ഡ്യൂപ്പില്ലാതെ അഭിനയിക്കുന്നു. ഡ്യൂപ്പ് എന്ന് പറയുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. നായകന്മാർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവർ പ്രാക്ടീസ് ചെയ്ത് അവരതിനകത്ത് നിപുണരാണ്. അവരേത് തരത്തിൽ അതിന്റെ പുറത്തുനിന്ന് ചാടാൻ പറഞ്ഞാൽ അവർ ചാടും, അവർക്കൊന്നും പറ്റില്ല. കാര്യം വർഷങ്ങളായിട്ടുള്ള ട്രെയിനിങ് ആണ്. അതിനുവേണ്ടി ഡ്യൂപ്പുകൾ ഉണ്ട്. പക്ഷേ ആരൊക്കെയോ പറഞ്ഞു പരത്തി അതൊരു വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് ജയന് ഡ്യൂപ്പ് കണ്ടു സമ്മതിച്ചു കൊടുത്തേ പറ്റും. ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അതിൽ അദ്ദേഹം സന്തോഷിച്ചിരിക്കാം. മറ്റുള്ളവരെല്ലാവരും ഡൂപ്പിടുമ്പോൾ ഞാൻ ഡൂപ്പിടുന്നു. അതിനകത്താണ് എനിക്ക് പ്രതിഷേധം. ഫസ്റ്റ് ഷോട്ട് ഓക്കെ ആയി, എന്നിട്ട് അതും ഡൂപ്പില്ലാതാണ്. ഈ ഹെലികോപ്റ്ററിലൊക്കെ കയറുമ്പം ഡൂപ്പ് വേണം, പക്ഷേ അദ്ദേഹത്തിന് ഡൂപ്പ് വേണ്ട. ശരി, ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയി, സെക്കൻഡ് ടേക്ക് വേണമെന്ന് പറഞ്ഞത് അദ്ദേഹം തന്നെയാണ്. അവിടെയൊക്കെയാണ് നമ്മൾ എന്തിന് അദ്ദേഹം അങ്ങനെ ഒരു കെയർലെസ് ആയിട്ട് പെരുമാറേണ്ടിയിരുന്നു. ഒരു ആക്ടറായതിനു ശേഷമാണ് എനിക്ക് തോന്നിയത്. കാരണം നമുക്കറിയാം എത്ര വലിയ വലിയ ആക്ഷൻ ഹീറോസ് ഒരു പടി അങ്ങോട്ട് ചാടണമെന്നുണ്ടെങ്കിൽ ഡൂപ്പ് വരട്ടെ എന്ന് പറയുന്നത് ഒരിക്കലും മൈനസ് അല്ല, പ്ലസ് ആണ്. ആ പ്ലസ് തന്നെയാണ് അവരെ നിലനിർത്തുന്നത്. ഇപ്പോ ജാക്കി ചാൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് ഡൂപ്പുണ്ട്. അയാള് ഇതിനകത്ത് ഈ കലയിൽ, കരാട്ടയിലും കുങ്ഫുവിലും ഒക്കെ പ്രാവീണ്യം നേടി, ജനിച്ചപ്പോൾ മുതൽ പ്രാവീണ്യം നേടിയ ഒരാളാണ്. സിനിമയിൽ വന്നപ്പോൾ അദ്ദേഹം ഡൂപ്പില്ല. ഈ അടുത്ത കാലത്ത് ഒരു ഇന്റർവ്യൂവിൽ അയാൾ പറഞ്ഞു, ഞാൻ ഇതുവരെ ഡൂപ്പിട്ട് ഞാൻ എൻ്റെ ഒരു ഫൈറ്റിംഗ് സീൻസ് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ ശരീരത്തിൽ ഒടിയാൻ ഒരു എല്ല് പോലും ബാക്കിയില്ല. എല്ലാ എല്ലുകളും ഒടിഞ്ഞിരിക്കുക. അതിനുള്ള സംവിധാനം ഹോളിവുഡിൽ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം നടന്നു വരുന്നത്. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ കിടപ്പ. മലയാള സിനിമയിൽ ശരീര സൗന്ദര്യം കൊണ്ട് മാറ്റത്തിന്റെ മാറ്റുകൂട്ടിയ കൊല്ലത്തുകാരുടെ സ്വന്തം ജയൻ. വല്യമ്പ, ഭീമന് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അടിയന്റെ കല്യാണക്കാര്യം. ഉറങ്ങാതെ അതിരുകാത്ത് നമ്മളെ ഉറങ്ങാൻ വിട്ട ധീരഭടനെന്ന ഒന്നാം ഖണ്ഡം. അപ്പോൾ സാറേ, നമ്മളാരാ? കള്ളന്മാർ തന്നെ. പക്ഷെ അവരിലുമുണ്ട് രണ്ട് ക്ലാസ്, ഹൈ ക്ലാസ് ആൻഡ് ലോ ക്ലാസ്. ഹൈ ക്ലാസ് കള്ളന്മാർ എപ്പോഴും ലോകത്തിന്റെ മുന്നിൽ അതിമാന്യന്മാർ. വെള്ളിത്തിരയിൽ ഉല്ലാസപ്പൂത്തിരി കത്തിച്ച് വെള്ളി വെളിച്ചമായി മാറിയ നടനാകാരത്തിന്റെ രണ്ടാം ഖണ്ഡം. കൃഷ്ണൻ നായർ എന്ന ജയൻ. സ്നേഹം അങ്ങനൊന്നുണ്ടോടാ ഈ ലോകം? 1939 ജൂലൈ 25 കൊല്ലം ജില്ലയിലെ തേവള്ളിയിലാണ് കൊട്ടാരം വീട്ടിൽ മാധവൻ പിള്ളയുടെയും ഭാരതിയമ്മയുടെയും മൂത്ത മകനായി കൃഷ്ണൻ നായർ എന്ന ജയൻ പിറന്നത്. പഠനത്തിനു ശേഷം അദ്ദേഹം നേവിയിൽ ചേർന്നു. ഔദ്യോഗിക ജീവിതത്തിനിടയിലാണ് തന്റെ ജന്മസിദ്ധമായ അഭിനയവാസനയ്ക്കുള്ള പ്രോത്സാഹനം ജയന് ലഭിച്ചത്.
നേവിയിൽ വാർഷികങ്ങളിൽ പല നാടകങ്ങളിലും ജയൻ അഭിനയിക്കുമായിരുന്നു. അന്നത്തെ അഭിനയ പരിചയവും സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും പ്രോത്സാഹനവുമാണ് പിന്നീടുള്ള സിനിമാ ജീവിതത്തിന് തിളക്കമുണ്ടാക്കിയത്. ഇന്നു മുതൽ തനിക്ക് ഇവിടെ ജോലിയില്ല. മിസ്റ്റർ പ്രേംകുമാർ, ഐ ആം സുരേഷ്. നന്ദി പറഞ്ഞതുകൊണ്ടായില്ല, എന്റെ സർവീസ് ചാർജ് കിട്ടണം. ഒരു പരുക്കൻ സ്റ്റൈലാണല്ലോ. അല്പം പരുക്കനാണെന്ന് വെച്ചു. നാവിക ജീവിതത്തിലും നടന നൈപുണ്യം കൈവിടാതിരുന്ന കലയുടെ കരുത്തിന് അഭിനയം ഒരു ത്വരയായി ഞരമ്പുകളെ കൊത്തിവലിച്ചപ്പോൾ സൈനിക വേഷം അഴിച്ചുവെച്ച് വെള്ളി വെളിച്ചത്തിലേക്ക്. Maybe we are poor, coolies, trolley pullers, but we are not beggars. ജോസ് പ്രകാശ് വഴി ജെസി എന്ന സംവിധായകന്റെ ശാപമോക്ഷത്തിലേക്കെത്തുമ്പോൾ കൃഷ്ണൻ നായർ ജയനായി മാറുകയായിരുന്നു. ശരീര സൗന്ദര്യം ജയനെ വില്ലൻ വേഷങ്ങളിലാണ് ആദ്യം എത്തിച്ചത്. സംസാരിക്കാൻ തക്കവണ്ണം നീ വളർന്നു അല്ലേ? എന്നെ എതിർക്കുന്നവർക്കുള്ള അനുഭവം എന്താണെന്ന് അറിയാമല്ലോ. എന്തായാലും ഞാനത് പ്രശ്നമാക്കുന്നവനല്ല. താരയെ പോലെ തന്നെ ഞാനും എല്ലാ ദൗർബല്യങ്ങളുമുള്ള ഒരു സാധാരണ മനുഷ്യൻ. ഏതോ ഒരു സ്വപ്നം എന്ന ശ്രദ്ധേയമായ ചിത്രത്തിലൂടെ പ്രണയ നൈരാശ്യത്താൽ സന്യാസം സ്വീകരിച്ച അതിലെ വി സ്വാമി എന്ന കഥാപാത്രം ജയൻ വേറിട്ടൊരു അനുഭവമാക്കി. ഒരു കൊടുങ്കാറ്റിന്റെ ആവേശത്തോടെ മലയാളി അതിനു മുൻപ് പരിചയപ്പെട്ടിട്ടില്ലാത്ത പുരുഷ ശരീര സൗന്ദര്യ പിൻബലത്തോടെ ഒരു കാലഘട്ടത്തെ മുഴുവൻ തന്റേതാക്കി മാറ്റി ജയൻ. ഓരോ നല്ല മനുഷ്യനിലും മനുഷ്യസഹജമായ ദൗർബല്യമായ അംശമുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്നത് കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വേഗം തിരിച്ചു വരും. മാളങ്ങളിൽ യക്ഷിപ്പാലകൾ പൂമണം വീശുന്ന ഇതിൽ കൊള്ളസംഘത്തിന്റെ തലവനാകുമ്പോഴും നന്മയുള്ള മനുഷ്യനെ തന്നെ അവതരിപ്പിക്കുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. മിക്കതിലും നായക വേഷം. തന്ത ഏതാണെന്നറിയാത്തത് അവന്റെ കുറ്റമല്ല, ആ തന്തയുടെ നെറുകേടാണ്. മകന്റെ യോഗ്യതയാണ് അന്വേഷിക്കുന്നതെങ്കിൽ എങ്ങനെന്നോ വന്ന് അവൻ നിങ്ങളുടെ മകളെ ചതിച്ചില്ല. അപകടകരമായ ജീവിതം പിന്തുടർന്ന ഒരു സാഹസികന് ഒരിക്കൽ പോലും പകരക്കാരനുണ്ടായില്ല. അതുപോലെ തന്നെ ഒരിക്കൽ പോലും അദ്ദേഹം തന്റെ വേഷങ്ങൾക്ക് ഡ്യൂപ്പിന്റെ സഹായം തേടിയതുമില്ല. നായകനിലെ പ്രതിനായകനും പ്രതിനായകനിലെ നായകനും ജയൻ തന്നെയായിരുന്നു. എന്തിനീ ജീവിതവേഷം, എന്തിനീ മോഹവേഷം, ജനനവും മരണവും തുടർക്കഥ എല്ലാം ചേർന്നൊരു കടങ്കഥ. ചില മരണങ്ങൾ കോളിളക്കങ്ങളാണ്. കർമ്മപദത്തിലിരുന്ന് പോരാളിയായി മരിക്കാനുള്ള നിയോഗത്തിന്റെ പേരുപോലും കോളിളക്കം എന്നായിരുന്നു. ധീരോദാത്തമായ ജീവിതവും ധീരോദാത്തമായ മരണവും. 1980 നവംബർ 16 ഷോളവാരത്ത് ഷൂട്ടിങ്ങിനിടയിൽ ജയൻ എന്ന നടൻ ഒരൊറ്റ ഫ്രെയിമിൽ അവസാനിച്ചു. ഒരു തവണ ഭംഗിയായി ചിത്രീകരിച്ചുവെങ്കിലും മതിവരാതെ റീടേക്ക് വേണമെന്ന് ജയൻ എന്ന പെർഫെക്ഷനിസ്റ്റ് വാശി പിടിച്ചു. റീടേക്ക് ഇല്ലാത്ത ഒരു മരണം. പ്രഗത്ഭ അഭിനേതാക്കളായ പ്രേം നസീറും സോമനും സുകുമാരനുമൊക്കെ വെള്ളിത്തിരയിൽ തിളങ്ങി നിൽക്കുമ്പോഴാണ് ജയൻ മലയാള മനസ്സുകളിൽ നിറഞ്ഞത്. നിരവധി ചിത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുമ്പോഴാണ് 41 വയസ്സിലെ ഈ വേർപാട്. മലയാള സിനിമകളുടെ നായക താരസങ്കല്പങ്ങൾ പലവരും മാറിമറിഞ്ഞു വന്നുവെങ്കിലും സിനിമയുടെ സാങ്കേതികത്വവും പാരമ്പര്യങ്ങളും മാറി വന്നെങ്കിലും 40 വർഷങ്ങൾക്കിപ്പുറവും ആ സിംഹാസനം ഒഴിഞ്ഞു തന്നെ കിടക്കുന്നു എന്ന് ചമൽക്കാര ഭാഷയിൽ പറയാം. ജയന് പകരം ഇന്നും ജയൻ മാത്രം. ഞാൻ എപ്പോഴെങ്കിലും അകപ്പെടുന്നുവെങ്കിൽ അത് മരണത്തിന്റെ വലയിൽ മാത്രമായിരിക്കും.